എൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് BSc നേഴ്സാണെന്ന് അമ്മ പഠിച്ചപ്പം എനിക്ക് അങ്ങോട്ട് ഒരാഗ്രഹം. സന്തോഷമായി. സന്തോഷം. ഇന്ന് ഇങ്ങോട്ട് മാറുന്ന ഇന്ന് തന്നെ മാറുവാണോ? അപ്പൂപ്പൻ ആശുപത്രി കിടക്കും. അപ്പോൾ ആശുപത്രിയാണെന്ന് അറിഞ്ഞു ഞാൻ കേട്ടോ. മഴ പെയ്തപ്പം മേളിലിരുന്ന ഓടിൻ്റെ കഷ്ണവും പൊടിയെല്ലാം ചോറിനകത്ത് വീണ് അങ്ങനെ കഴിച്ചിട്ടില്ല. മറ്റുള്ളവൻ്റെ ഹൃദയത്തെ കുത്തി നോവിക്കുന്ന ഒരു വാക്കും എൻ്റെ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വരരുത്. ഇത് ഞങ്ങൾക്ക് ഇതുപോലത്തെ പൈപ്പുകളൊന്നും ഇല്ലായിരുന്നു, ടൈലുകളും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ടൈലുകളുമായി നല്ലൊരു വീടുമായി. നേരത്തെ ഇവിടെ എല്ലാം പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. ചോറൊക്കെ വെക്കുമ്പം വെളിയിലോട്ട് പോകും, ഇവിടെ എല്ലാം കരിയൊക്കെ പിടിച്ചിരുന്ന അവസ്ഥയായിരുന്നു. മഴയൊക്കെ പെയ്യുമ്പം ഗ്യാസിൻ്റെ മണ്ടയിലോട്ടാണ് വെള്ളമൊക്കെ വീഴുന്നത്. ചോറ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മണ്ടയിലും വീണിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളെല്ലാം കൂടി അടച്ചു വെക്കും. പിന്നെ ഇവിടെ ചോരുമ്പോൾ എല്ലാം ഞങ്ങളുടെ പാത്രമൊക്കെ വെച്ചാണ്. ഇത് മഴ പെയ്തപ്പം മേളിലിരുന്ന ഓടിൻ്റെ കഷ്ണവും പൊടിയെല്ലാം ചോറിനകത്ത് വീണ് അങ്ങനെ കഴിച്ചിട്ടില്ല. സ്കൂളിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. മോളുടെ 10ാം ക്ലാസ് വരെയുള്ള പഠനം മുഴുവനും നമ്മുടെ സ്കൂള് സ്പോൺസർ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് +2 നമ്മുടെ സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ, അവിടെ വരെയുള്ള പഠിത്തം എന്തായാലും മാനേജ്മെൻറ്റിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറ്റുന്നിടത്തോളം കുഞ്ഞിനെ സഹായിക്കാമെന്ന്. അപ്പോൾ അവൾ പഠിച്ച് മിടിക്കുക നേഴ്സാവണം എന്നൊക്കെയാണ് അന്ന് മിനിസ്റ്റർ വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞായിരുന്നു BSc നേഴ്സാവണം. എൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് BSc നേഴ്സാണെന്ന് അമ്മ പഠിച്ചപ്പം എനിക്ക് അങ്ങോട്ട് ഒരാഗ്രഹം. എന്നിട്ട് എൻ്റെ പപ്പയെ നോക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ BSc നേഴ്സാണെന്ന് തീരുമാനിച്ചത്. നിറവേറ്റും. പഠിക്കാം. നേരത്തെ ഞങ്ങൾക്ക് ഇതുപോലത്തെ ബാത്റൂം ഒന്നും ഇല്ലായിരുന്നു, ഇതുപോലത്തെ ഒന്നുമില്ലായിരുന്നു, ടൈലൊന്നും ഇല്ലായിരുന്നു. നേരത്തെ വെളിയിലായിരുന്നു ബാത്റൂം, ഷെഡ് പോലായിരുന്നു. ഈ നല്ല വീട്ടിൽ നിന്നും, ഈ ഐശ്വര്യമുള്ള വീട്ടിൽ നിന്നും ഒരുപാട് വിജയങ്ങളിലേക്ക് എൻ്റെ കുഞ്ഞ് ചവിട്ടി കയറി പോകണം. ഈ കുഞ്ഞുമോള് നന്നായി പഠിച്ച് മിടുക്കിയായി അമ്മൂമ്മ അപ്പൂപ്പനെയൊക്കെ നോക്കണം. അപ്പൂപ്പനിപ്പോൾ വയ്യെങ്കിലും അസുഖമൊക്കെ മാറും. അമ്മൂമ്മയ്ക്ക് ഇനി മക്കളാണ് തണലാവുണ്ട്. 7ാം ക്ലാസ്സിലായി, ഇനി നന്നായി പഠിക്കണം. ലോകത്ത് നമ്മൾ പഠിച്ച് നേടുന്ന ഒരറിവും സർട്ടിഫിക്കറ്റും ഉണ്ട്, അതിനെ എടുത്തു കളയാൻ ആർക്കും പറ്റില്ല. അപ്പോൾ ഈ പെൺകുഞ്ഞുങ്ങൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട് ആവശ്യമാണ്. തനാപുരത്തിന് ശിവഗംഗയുടെ പേര് ഒരഭിമാനമാവണം. അതിനുവേണ്ടി എല്ലാ സഹായവും അങ്കിൾ ചെയ്തു തരും. മകൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം എന്ന് സഹായമാണ്. പഠിച്ച് മിടിക്കുകയാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തിനെ കുത്തി നോവിക്കുന്ന ഒരു വാക്കും ഉപയോഗിക്കരുത്. കാരണം കയ്യിൽ നിന്ന് പോയ ആയുധവും വായിൽ നിന്ന് പോയ വാക്കും അപകടമാണ്. വളരെ ആലോചിച്ചിട്ടേ പറയാം. എന്ത് പറയുമ്പോഴും സ്നേഹത്തോടെ ക്ഷമയോടെ പറയണം. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അബദ്ധം പറഞ്ഞു പോകും. എനിക്ക് അങ്ങനെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. അത് പറ്റിയിട്ടുള്ള ആളായിട്ടാണ് ഞാൻ പറയുന്നത്.